പറയുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ പേരാണ് ഡിവൈഎഫ്ഐ. ഈ മെയ് 4-ാം തീയതി എല്ലാ ജനാധിപത്യ മതനിരപേക്ഷവാദികളുടെയും മനസ്സിൽ വേദന കടന്നുകൂടിയ ദിവസം. മെയ് 4-ാം തീയതി ജനാധിപത്യ മതനിരപേക്ഷവാദികളുടെ മനസ്സിൽ വേദന കടന്നു. തോറ്റപ്പിയിട്ട ദിവസം. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഇതുപോലെ മനുഷ്യര് സന്തോഷിച്ച ഒരു ദിവസം വേറെയില്ല. ഒന്ന് ചിരിപ്പിക്കാതെ പോയേ ചേച്ചി. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്, ഞാൻ കൊണ്ടിട്ടേ പോകും. എന്തരാണല്ലേ മെയ് 4-ാം തീയതി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളൊന്ന് ശ്രദ്ധപൂർവ്വം പരിശോധിച്ചു നോക്കൂ. ഇടതുപക്ഷത്തിന് കനത്ത പരാജയം ഉണ്ടായപ്പോഴും കേരളത്തിൽ ഉച്ചയ്ക്ക് ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിലെ പൊതിച്ചോറ് വിതരണം മുടങ്ങിയിട്ടുണ്ടോ? പറഞ്ഞു പൊതിച്ചോറിലെത്തി, വേറൊന്നും പറയാനില്ല. എന്റെ പൊന്നു ചേച്ചി ഒരു 100,000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഒരു കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഒന്നുമില്ലെങ്കിൽ താനൊരു തറവാടിയല്ലേ? താൻ എന്ത് കൊള്ളരുതായ്മയോട് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളോട് കാണിച്ചു കൂട്ടിയത്? നാട്ടുകാര് അവരവർ വേല ചെയ്ത് അവരവരുടെ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ആഹാരം അവരുടെ വീട്ടിൽ ചെന്ന് നിങ്ങൾ വാങ്ങിച്ച് ആശുപത്രി കൊടുക്കുന്നുണ്ട് എന്ന് സമ്മതിച്ച് അതിന് ഇത്രയും പബ്ലിസിറ്റി കൊടുത്ത് നിങ്ങൾ സ്വയം ഇങ്ങനെ നാറണോ? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. എന്നിട്ട് നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇടതുപക്ഷത്തിന് നാം പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. ഡയറക്റ്റ് ആയിട്ടൊന്ന് സമ്മതിച്ചു കേട്ട്. പരാജയപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ കരഞ്ഞ് കണ്ണീരൊഴുക്കി വീടുകളിലേക്ക് പോവുകയല്ല ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ചെയ്തത്. നമ്മൾ നാളെയും കാണണ്ടേ, ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതെ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റിച്ചത്.